നിങ്ങളൊരു നല്ല പേരൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളറിയാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇത് കേൾക്കാൻ അല്പം ബുദ്ധിമുട്ടാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതൊരിക്കലും ഒരു കുറ്റപ്പെടുത്തലല്ല, മറിച്ച് ഇതൊരു തിരിച്ചറിവ് നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ ആക്ച്വലി നിങ്ങളെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ള 10 കാര്യങ്ങൾ ഡെയിലി പേരൻസ് അറിഞ്ഞോ അറിയാതെയും ചെയ്യുന്ന അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾ കൂടുതലും ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് എനിക്ക് വിഷമമുണ്ട്, എനിക്കെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവർ കരയും, അവർ മുഖം തിരിക്കും, നിശബ്ദരാകും. ഇതെല്ലാം അവരുടെ ഭാഷയാണ്. സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 2 മുതൽ 5, പൊതുവെ ഒരു 5 വയസ്സ് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. ഈ സമയത്ത് പേരൻസ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഫ്യൂച്ചർ ഇമോഷണൽ ഹെൽത്തിനെ ഷേപ്പ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യത്തിലോട്ട് പോകും. ആദ്യത്തേത് കരച്ചിൽ അവഗണിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേട്ട് വളർന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാകുമ്പോൾ കരഞ്ഞാണ് അവർ വളരുന്നത്. കരഞ്ഞ് പതുക്കെ അതങ്ങ് ശീലമായിക്കോളും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് കരയുന്നത് ഒരിക്കലും അറ്റൻഷൻ തേടാനല്ല, അത് അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഒരു കുഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് കരഞ്ഞിട്ടും ആരും റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ അവരുടെ ബ്രെയിനിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് വരും. ഇത് എന്താണ് മെസ്സേജ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് വിചാരിക്കും ഞാൻ ഒരിക്കലും ഒരു സേഫ് സ്പേസിലല്ല, ഒരു സേഫ് അറ്റ്മോസ്ഫിയർ അല്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം എന്നുള്ളതായിരിക്കും കുഞ്ഞിന് ബ്രെയിൻ നൽകുന്ന മെസ്സേജ്. അപ്പോൾ കുഞ്ഞ് കരയുമ്പോൾ എടുത്ത് ആശ്വസിപ്പിക്കുക. എല്ലാവരും പറയുന്ന പോലെ കുഞ്ഞിനെ എപ്പോഴും എടുത്തു എന്ന് വെച്ച് കുഞ്ഞിന് വാശി കൂടുമോ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിനെ അപ്പോഴത്തേക്കും പേരൻസ് അവരുടെ സേഫ് സ്പേസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ദേഷ്യത്തോടെ സംസാരിക്കുക. നമ്മൾ വിചാരിക്കും ഇതങ്ങനെ ഒന്നും മനസ്സിലാകത്തില്ല, കൊച്ചുകുട്ടിയാണല്ലോ, സംസാരമൊന്നും മനസ്സിലാകാറായിട്ടില്ല. പക്ഷേ കുഞ്ഞിനൊരു 3 മാസം ആകുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ടോണിൽ വരുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ പിച്ച് അല്ലെങ്കിൽ വോളിയത്തിൽ വരുന്ന വ്യത്യാസം വെച്ചിട്ട് ഇമോഷൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അത് അവരുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. ഈവൻ ഉറങ്ങുന്ന കുട്ടിയാണെങ്കിൽ കൂടി നമ്മുടെ വീട്ടിൽ വഴക്ക് നടക്കുകയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിലും അതിൽ ബ്രെയിൻ അത് മനസ്സിലാക്കി ബോഡി ആ രീതിയിൽ അൺകോൺഷ്യസ് മൈൻഡ് അത് റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ വഴക്ക് പറയുന്നത് നമ്മുടെ ടോണിൽ വരുന്ന വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവരെ ഭയപ്പെടുത്തും. അവർക്കും ഇത് വീണ്ടും ഒരു സേഫ് സ്പേസ് അല്ല എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തേത് പലരും ചെയ്യുന്ന കാര്യമാണ്, നമ്മളും ചെയ്തിട്ടുണ്ട്, അതായത് നമ്മളോടും പലരും ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ. ഇപ്പോഴും കുട്ടികളെ നമ്മൾ ചെയ്യിക്കുന്നൊരു കാര്യം തന്നെയാണ്. അതാണ് ഫോഴ്സ്ഡ് ഇൻട്രാക്ഷൻ. അതായത് ഒരു റിലേറ്റീവ് വീട്ടിൽ വരുവാണ്, അല്ലെങ്കിൽ ഒരു നെയ്ബർ വീട്ടിൽ വരുവാണ്. അപ്പോൾ കുഞ്ഞിനോട് നമ്മൾ മോനെ ആൻറ്റിക്ക് അല്ലെങ്കിൽ അങ്കിളിന് ടാറ്റ പറയുക, അങ്കിളിന് ഉമ്മ കൊടുക്കുക, അങ്കിളിന് ഇത് അങ്ങനെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ കുഞ്ഞിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കും. പക്ഷേ കുഞ്ഞ് ചിലപ്പോൾ ആ സമയത്ത് മുഖം തിരിക്കും, കണ്ണ് മറയ്ക്കും. അപ്പോൾ നമ്മൾ പറയും അവന് നാണമാവുന്നു. പക്ഷേ ആക്ച്വലി അത് നാണം കൊണ്ടല്ല, അത് കുഞ്ഞിൻ്റെ ഡിസിഷനാണ്. കുഞ്ഞിനൊരു ബ്രേക്ക് വേണം, കുഞ്ഞിന് താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ പിന്നീടുള്ള കുഞ്ഞിൻ്റെ പ്രായത്തിൽ കുഞ്ഞിനൊരു സ്പേസ്, അവിടെ അവരുടെ ബൗണ്ടറിനെയാണ് നിങ്ങൾ വയലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബൗണ്ടറീസ് ഇഗ്നോർ ചെയ്യുമ്പോൾ പിന്നെ ഭാവിയിൽ ഒരു നോ പറയാൻ കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ ഫോഴ്സ് ചെയ്തത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ. ഇപ്പോൾ ടാറ്റ പറയുക, ഒരു കിസ് കൊടുക്കുക, ഹാൻഡ് വേവ് ചെയ്യുക, അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ കുഞ്ഞു ചെയ്യേണ്ട. ഇനി നാലാമത്തേത് മിക്ക വീടുകളിൽ നമ്മൾ കാണുന്ന കാര്യമാണ് ഇമോഷൻസ് അവഗണിക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നു വിചാരിക്കുക, കുഞ്ഞിൻ്റെ തല ചെറുതായിട്ട് ഒരു ഭിത്തിയിൽ തട്ടി. അപ്പോൾ എന്തായിരിക്കും എല്ലാവരും പറയുന്നത്? പോട്ടെ, സാരില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറയും. എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞിനെ കരയിക്കാതെ ശ്രദ്ധ തിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ തെറ്റാണ്. അങ്ങനെയല്ല വേണ്ടത്. അവിടെ എന്താണോ സംഭവിച്ചത് അത് പറഞ്ഞിട്ട് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. മോന് വേദന എടുത്തോ, ഇനി അടുത്ത വട്ടം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് റിയൽ ലൈഫിൽ എന്താ നടന്ന ഇൻസിഡൻറ്റ് കുഞ്ഞിനെ ഉൾക്കൊള്ളിക്കുകയാണ് വേണ്ടത്. അമ്മയുണ്ട് ഇവിടെ, അച്ഛനുണ്ട് കൂടെ, കുഴപ്പമില്ല, അടുത്ത വട്ടം ശ്രദ്ധിക്കണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഇമോഷൻസ് അവിടെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതല്ലെങ്കിൽ ഓക്കെ എനിക്ക് വേദന എടുത്തല്ലോ, പക്ഷെ അവർ കുഴപ്പമില്ല എന്നല്ലേ പറയുന്നത്, അതെന്താ ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യത്തിനും കുഞ്ഞിന് വരും. ഇനി 5 എന്താണെന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത്. കുറച്ച് നേരമൊക്കെ കളിക്കും എല്ലാ പേരൻസും. അതൊക്കെ കഴിഞ്ഞ് പേരൻസ് വിചാരിക്കും കുറച്ച് നേരം ഞാൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ, ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കിയെന്ന് വെച്ച് എന്ത് വരാനാ. പക്ഷേ നമ്മൾ ഫോൺ നോക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഫോണിൽ ഫുള്ള് മുഴുകിയായിരിക്കും ഇരിക്കുന്നത്. കുഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് കുഞ്ഞിനോടൊരു ഇമോഷനോ കുഞ്ഞിനോട് ഒരു വികാരം ഇല്ലാണ്ടായിരിക്കും ഇരിക്കുന്നത്. അതിനൊരു സ്റ്റിൽ ഫേസ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സയൻറ്റിസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ പെട്ടെന്ന് സ്റ്റിൽ ഫേസിൽ ഒരു ഇമോഷനും ഇല്ലാണ്ട് പോകുമ്പോൾ കുഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആയി കുഞ്ഞിലൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വരുന്നത്. കുഞ്ഞ് ഭയങ്കര കൺഫ്യൂസ് ആയി സ്ട്രെസ്ഡ് ഔട്ട് ആവും. അതുകൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട് കുഞ്ഞിനോടിരിക്കുമ്പോൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കുഞ്ഞിനോട് ഇപ്പോൾ ഇരിക്കുമ്പോൾ കളിക്കുക. മൊബൈൽ നോക്കണമെങ്കിൽ കുഞ്ഞിനെ അവിടെ വേറെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏൽപ്പിച്ചിട്ട്, അതായത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും ഉറപ്പുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയി ഫോൺ നോക്കി തിരിച്ചു വരിക. ഇനി അടുത്തത് ഓവർ സ്റ്റിമുലേഷൻ എന്താണെന്ന് വെച്ചാൽ മിക്ക പേരൻസും വിചാരിക്കും കുഞ്ഞിനെയൊക്കെ അടച്ചിടാണ്ട് പുറം ലോകം കാണിക്കണം, പുറത്ത് കൊണ്ടുപോയി നന്നായിട്ട് മിങ്കിൾ ചെയ്യിപ്പിക്കണം, ആക്ച്വലി കുഞ്ഞിനെ എൻ്റർടൈൻ ചെയ്യിക്കണം, ബിസി ആക്കണം, ബോർഡം വരുത്തരുത് എന്നൊക്കെ. പക്ഷേ കൂടുതൽ ആളുകളും കൂടുതൽ ശബ്ദങ്ങളും എല്ലാം അവരുടെ സെൻസസിനെ ഓവർ സ്റ്റിമുലേറ്റഡ് ആക്കും. ഇപ്പോൾ കാത് ഭയങ്കരമായിട്ട് ഒച്ച കേൾക്കുന്നത്, കൂടുതൽ ലൈറ്റിനോട് എക്സ്പോസ് ആവുന്നത്, അതെല്ലാം തന്നെ ഒരു പെട്ടെന്ന്
പെട്ടെന്ന് ക്ഷീണിപ്പിക്കും. നമ്മുടെ അഡൾട്ടിനെ പോലെ, അത് വലിയൊരാളിനെ പോലെ അത്രയും സ്റ്റിമുലേഷൻ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ ഒരു കുഞ്ഞിന് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ബ്രെയിൻ ഓവർലോഡായിട്ട് കുഞ്ഞ് ഭയങ്കര ഓവർ ടയേർഡായി, പിന്നെ ഉറങ്ങാൻ വിമുഖത കാണിക്കുക, ഭയങ്കരമായിട്ട് കരയുക, ഞെരിപിരി കൊള്ളുക, ഇതൊക്കെ കുഞ്ഞിന് വരുന്ന മാറ്റങ്ങളായിരിക്കും. അപ്പോൾ വീണ്ടും ആളുകൾ വിചാരിക്കും ഓക്കെ ഓവർ ആക്റ്റീവായിട്ട് കുഞ്ഞ് വീണ്ടും കളിക്കുവാണ്, അപ്പോൾ വീണ്ടും കളിപ്പിക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ബ്രെയിനെ ടയേർഡ് ആക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്ത് കുഞ്ഞിന് ഈക്വലി, അതായത് കുറച്ച് സ്റ്റിമുലേഷൻ ഓക്കെ, പക്ഷേ ഓവർ സ്റ്റിമുലേറ്റഡ് ആയാൽ കുഞ്ഞിന് ഒരു കാംനെസ് വേണം. എന്നാൽ മാത്രമേ കുഞ്ഞിന് പ്രോപ്പറായിട്ട് സ്ലീപ്പും പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും കിട്ടിയാൽ മാത്രമേ കുഞ്ഞ് ആക്റ്റീവായിട്ട് ഇരിക്കുകയുള്ളൂ. 7ാമത്തേത് സെർവ് ആൻഡ് റിട്ടേൺ ഇല്ലാത്തത്. ഒരു സിനാരിയോ ആലോചിക്കുക. കുഞ്ഞും ഒരു പാരൻറ്റും കൂടെ ഇരിക്കുവാണ്. കുഞ്ഞൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു 7-9 മാസമായ കുഞ്ഞ് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് അത് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പേരൻറ്റിനെ അത് ശ്രദ്ധിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ പേരൻറ്റ് വേറെ എന്തെങ്കിലും ബിസി ആയിട്ട് അത് നോക്കുന്നില്ല, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് കണക്ഷൻസ് വരില്ല. കുഞ്ഞ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവിടെ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ കുഞ്ഞിനുണ്ടാവും. ഒരു ലോൺലിനെസ് അവിടെ കുഞ്ഞിന് ഫീൽ ചെയ്യും. അപ്പോൾ അവിടെ ബ്രെയിൻ കണക്ഷൻസ് ഒരിക്കലും വരത്തില്ല. സെഷനാണ് അവിടെ നടക്കുന്നത്. കുഞ്ഞ് വിളിക്കുന്നു, നമ്മൾ കുഞ്ഞിൻ്റെ സ്പേസിലോട്ടാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യാത്തടത്തോളം കുഞ്ഞിൻ്റെ ആ ബ്രെയിൻ കണക്ഷൻ അവിടെ ഫുൾഫിൽ ചെയ്യില്ല. അപ്പോൾ അത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെയും സ്പീച്ച് ഡെവലപ്മെൻറ്റിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. ഇനി 8 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഘട്ടമെങ്കിലും ഒരു പേരൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അറിയാതെ വിട്ടിട്ട് പോവുക. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന പേരൻ്റാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും അത്യാവശ്യപ്പെട്ട് പോകാൻ നിൽക്കുമ്പോൾ കുഞ്ഞ് കരയാണ്. സ്വാഭാവികമായിട്ടും കുഞ്ഞ് കരയുന്നത് നമുക്കും അറിയാം, കൂടെ നോക്കാൻ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർക്കും അറിയാൻ പറ്റും. അപ്പം പണ്ട് ഒക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആരും അറിയാണ്ട് പുറകിലത്തെ വാതിൽ കൂടെ പൊക്കോ, കുഞ്ഞിവിടെ നിന്ന് കളിച്ചോളും. പക്ഷേ ആ കുഞ്ഞിൻ്റെ മൈൻഡ് സെറ്റിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും നേരം തന്നോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ആളിനെ കാണുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ലെഫ്റ്റ് ഔട്ട് ആയി പോയ ഒരു സ്ഥിതിയായിരിക്കും. ഇനി അമ്മ എപ്പോൾ വരും, അല്ലെങ്കിൽ എവിടെയാണ് പോയത് എന്നൊരു ഉറപ്പും കുഞ്ഞിന് പറയാതെയാണ് പെട്ടെന്നൊരു വിട്ടുപോകലാണ്. അപ്പോൾ അത് കുഞ്ഞ് പേടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഷോക്കാണ്. ചെറിയ ഇൻ കേസ് കുഞ്ഞ് കരഞ്ഞോട്ടെ, ഇപ്പോൾ നിങ്ങളെ കുഞ്ഞിൻ്റെ മുന്നിൽ കൂടിയാണ് ഇറങ്ങി പോകുമ്പോൾ കുഞ്ഞ് കരഞ്ഞോട്ടെ, പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോവാം, മോനെ അമ്മ പോവാണ്, അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ പോവാണ്, കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ കുഞ്ഞിന് അതൊരു റിലേ ചെയ്യാനൊരു സാധനം അവിടെ ഉണ്ട്. ഓക്കെ, പറഞ്ഞിട്ടാണ് പോയത് അമ്മ, അല്ലെങ്കിൽ അച്ഛൻ വരും എന്നാൽ പറയും. അപ്പോൾ അത് കുഞ്ഞിനൊരു സേഫ് പ്ലേസ് ആണ് കൊടുക്കുന്നത്. ഇനി 9 ഫിസിക്കലി ഉള്ള ടച്ച് കുറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് ആക്ച്വലി ഒരു ഹഗ് ചെയ്യുക, ഒന്ന് തലോടുക, ഒരു ഉമ്മ കൊടുക്കുക കുഞ്ഞിന്, അതൊന്നും കുഞ്ഞിനൊരിക്കലും ഒരു ലക്ഷറി അല്ല, അവർക്കത് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ഹാപ്പി ഹോർമോണായ ഓക്സിറ്റോസിൻ കുഞ്ഞിൻ്റെ ബോഡിയിൽ റിലീസാവും. അത് പേരൻറ്റോ അല്ലെങ്കിൽ അടുത്ത കെയർ ഗീവറോ ആയിട്ടുള്ള ബോണ്ടിങ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറിയ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ, അതായത് നമ്മളൊരു ഒന്ന് കെട്ടിപ്പിടിക്കുക, കളിക്കുമ്പോൾ തലയിൽ നിന്ന് തലോടുക, മുഖത്തൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യുക, അതൊക്കെ കുഞ്ഞിന് പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഓരോ ബോണ്ടിങ് ആണ്. ചെറിയ കണികകളാണ് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഇമോഷണൽ എക്സ്പ്രസിങ് കുഞ്ഞിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത 10ാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ജീവിക്കുന്ന കാലത്ത്, ഈ ഫാസ്റ്റ് ലൈഫിൽ പലപ്പോഴും നമ്മൾ അറിയാതെ പറ്റുന്നതാണ്. അത് ഈ ഒരു സാധനമാണ്. എന്താണെന്ന് നോക്കാം. ഇമോഷണൽ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനോടൊപ്പം ഇരിക്കുമായിരിക്കും പേരൻറ്റ്, ഫോണൊന്നും നോക്കുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ മുഖം ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. അമ്മ വിദൂരതയിൽ എവിടെയോ നോക്കിയിരിക്കുമായിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സാഡ് ആയിരിക്കും. അതുകൊണ്ട് കുഞ്ഞിന് പക്ഷേ പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താ, കുഞ്ഞ് ആ ആളിന് ജനിക്കുന്നതിന് മുന്നേ അവരുടെ ഹൃദയമായിട്ട് പറഞ്ഞു വന്ന ആളുകൾ. അപ്പോൾ അവരുടെ മുഖത്തൊരു ചെറിയ മാറ്റം ഉണ്ടാകുമ്പോഴേ കുഞ്ഞിനത് മനസ്സിലാവും. അപ്പോൾ കുഞ്ഞിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ തന്നോടൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവിടെ ഉണ്ട്, പക്ഷേ എനിക്ക് അവരെ കിട്ടുന്നില്ല എന്നുള്ളത് കാര്യം കുഞ്ഞിന് മനസ്സിലാവും. ടോയ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇമോഷണൽ പ്രസൻസ് എന്ന് പറയുന്നത്. വർക്ക് റിലേറ്റഡ് എന്തെങ്കിലും സ്ട്രെസ് ഉള്ള ആൾക്കാർ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന അമ്മമാർ, അപ്പോൾ അവർക്കൊക്കെ അവർ ഇത് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടെ ഉള്ളവർ ചെയ്യേണ്ടത്. ഈ 10 കാര്യങ്ങൾ കേട്ടല്ലോ. 10 കാര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ചെയ്ത് കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരു പെർഫെക്റ്റ് പേരൻ്റ് ആകണം എന്നൊന്നുമില്ല. ആരും പെർഫെക്റ്റ് അല്ല, ഞാനും പെർഫെക്റ്റ് അല്ല, നിങ്ങളും പെർഫെക്റ്റ് അല്ല. എന്നാൽ ചൂടി ബോധവാന്മാരായി പ്രവർത്തിക്കുന്ന പേരൻസ് ആയാൽ അടുത്തൊരു ജനറേഷൻ ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുന്ന മറ്റൊരു പേരൻറ്റിനോട് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള പേരൻറ്റിങ് വീഡിയോസ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു സൂൺ.